അപ്പോൾ ഈ സ്പിരിച്വൽ ആൽഫബറ്റ്സ് വായിച്ച അമ്മ ത്രേസ്യക്ക് നിശബ്ദമായ ധ്യാന പ്രാർത്ഥനയിൽ ഒരു താല്പര്യമുണ്ടായി. ഇവളിങ്ങനെ തളർന്നു കിടക്കാണല്ലോ, എത്ര നേരം എന്ന് വെച്ചാൽ ആളുകൾ കാണാൻ വേണ്ടി വരും അല്ലെങ്കിൽ സംസാരിച്ച്. അപ്പൊ ഇങ്ങനെ തളർന്നു കിടക്കുമ്പോ ഇവള് ഇത് വായിച്ചിട്ട് ആ തളർച്ച, പ്രിയപ്പെട്ടവരെ, ദൈവമെല്ലാം നന്മയ്ക്കായി മാറ്റുമെന്ന് പറയുന്നതിന്റെ വചനത്തിന്റെ ഒരു പൂർത്തീകരണം ഇവിടെ ഉണ്ട്. ഒരാള് 3 വർഷം, അതായത് 22-23 വയസ്സുള്ള ഒരു പെൺകുട്ടി ഇങ്ങനെ തളർന്നു കിടക്കുന്നത് ഏതെങ്കിലും തരത്തില് നന്മയുള്ള കാര്യമാണോ? അല്ല. പക്ഷെ അത് ദൈവം നന്മയുള്ള കാര്യമാക്കി മാറ്റി. ഹല്ലേലൂയ. ആ തളർന്നു കിടന്ന സാഹചര്യത്തിലാണ് അമ്മ ത്രേസ്യ ദൈവം മെന്റൽ പ്രയർ, മെഡിറ്റേഷൻ, മനന പ്രാർത്ഥന അമ്മ ത്രേസ്യയെ ഈശോ പഠിപ്പിച്ചത്.